ശാസ്താംപാറ എന്നാണ്. തിരുവനന്തപുരം വിളപ്പിശാല എന്നാണ് പറഞ്ഞത്. വിളപ്പിശാലയിൽ നിന്ന് 4 കിലോമീറ്റർ. തിരുവനന്തപുരത്തിന് ഏകദേശം 20 ആൾക്കാർക്ക് ഇപ്പോഴും അറിയില്ല ഈ ഒരു സ്ഥലം എവിടെയാണെന്ന്. വഴികൾ പോലും ഇല്ലാത്തത് കമ്പി പിടിച്ചാണ് ഇതിലോട്ട് കയറാൻ വേണ്ടി. അത്യാവശ്യം നല്ല കാറ്റുണ്ട് കേട്ടോ. വലിയ പക്ഷേ പൊക്കമില്ല. ഈ സൈഡിൽ നിന്ന് കയറാൻ വലിയ പൊക്കമില്ല. പക്ഷേ മുകളിലോട്ട് കയറുമ്പോൾ കാണുന്ന സീന് തിരുവനന്തപുരത്തിൻ്റെ പകുതി ഭാഗമാണ്. ടോട്ടൽ ടെക്നോ പാർക്ക് കാണാൻ പറ്റും. കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ മോനെ, ഇവിടെ ഇരുന്ന് നമുക്ക് സീൻ കാണാൻ വേണ്ടി എന്ന് വെച്ചാൽ സൈറ്റ് സീൻ കാണാൻ വേണ്ടിയിട്ടുള്ള കിട്ടിൽ ഒരു ബെഞ്ച് പോലെ ചെയ്തിട്ടുണ്ട് അവർ. ഇവിടെ കണ്ടൊരു ആമ്പൽക്കുളം. ആമ്പലൊക്കെ ഇപ്പോൾ വന്നതാണ് കേട്ടോ. പക്ഷേ പാറ മുകളിൽ ഇങ്ങനെ ഒരു സ്ഥലം, എൻ്റെ മോനെ കിട്ടിയ സ്ഥലം, ഒരു രക്ഷയില്ല സ്ഥലമാണ്. തിരുവനന്തപുരത്തെ വ്യൂ കംപ്ലീറ്റ് കാണാമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നമുക്ക് ഓൾമോസ്റ്റ് കുറച്ചൊക്കെ കാണാൻ പറ്റും. ചുറ്റും വേലി കെട്ടിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം ഒരു 20 കിലോമീറ്റർ മാറിയാണ് ഈ സ്ഥലം വരുന്നത്. ഇവിടെ നിന്ന് ഏകദേശം മൂക്കുന്നിമല, തിരുവനന്തപുരം ടെക്നോ പാർക്ക് ടോട്ടൽ വ്യൂ കാണാൻ പറ്റും. ഇവിടെ ഒരു സോളാർ പാനൽ ഇരിക്കുന്നുണ്ടായിരുന്നോ? ഇത് മറ്റേ മിന്നലടിക്കാതിരിക്കാനുള്ള ഒരു സംഭവമാണ് പാറ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം 360 തിരുവനന്തപുരത്ത് നല്ലതുപോലെ ഇവിടെ ആസ്വദിക്കാൻ പറ്റും. കുറച്ച് നേരമൊക്കെ ഒന്ന് നമുക്ക് അത്യാവശ്യം നല്ല കാറ്റൊക്കെ കൊള്ളാൻ പറ്റിയൊരു സ്ഥലം. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ താഴെ ഒരു വലിയൊരു കുളമുണ്ട്, പാറപ്പുറത്ത്. ഈ സ്ഥലത്തിൻ്റെ പേര് തിരുവനന്തപുരം വിളപ്പിശാല എന്നാണ് പറഞ്ഞത്. വിളപ്പിശാലയിൽ നിന്ന് 4 കിലോമീറ്റർ. തിരുവനന്തപുരത്തിന് ഏകദേശം 20 വരാൻ വേണ്ടി. അപ്പം ഞാൻ ഈ സ്ഥലത്ത് ലൊക്കേഷൻ വേണം ജസ്റ്റ് കമൻറ്റ് ഇടാൻ, ഞാൻ കമൻറ്റ് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ 2-3 വഴിയുണ്ട്, ഞാനത് പറഞ്ഞുതരാം. അത് മാത്രമല്ല ഇവിടെ നിന്ന് വേറൊരു വ്യൂ കാണാൻ പറ്റും. കണ്ടായിരുന്നു നിങ്ങൾ? ഇവിടെ നിന്ന് കാർമേഘം കാണുമ്പോൾ എന്ത് ഭംഗിയാണെന്ന് അറിയാമോ? പക്ഷേ ഇവിടെ അത്യാവശ്യം കുരുവികളാണ് കൂടുതൽ വന്നിരിക്കുന്നത്. അങ്ങനെ തിരുവനന്തപുരത്ത് 4ാമത്തെ പാറയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. കിട്ടിയ സ്ഥലമാണ്, ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലമാണ്. പക്ഷേ ഫോട്ടോഷൂട്ടിന് പൈസ കൊടുക്കണം, അല്ലാതെ നമുക്ക് മൊബൈലിൽ നിന്ന് ഫോട്ടോ ഒരു പ്രശ്നവുമില്ല. അത്യാവശ്യം വൈകുന്നേരം കിട്ടിയ സ്ഥലമാണ്. കാറ്റ് കൂടിക്കഴിഞ്ഞാൽ ഇതാ കണ്ടോ വേല, അതിന് പറന്ന് താഴെ പോകുന്ന പേടി വേണ്ട. പക്ഷേ തിരുവനന്തപുരത്തെ ഒരു കിടില ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇവിടെ വരാൻ ജസ്റ്റ് 25 രൂപ മാത്രമേ ഉള്ളൂ പാസ് വരുന്നത്. പിന്നെ ക്യാമറ യൂസ് ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് പാസ്സാണ്. അല്ലാതെ നോർമൽ വീഡിയോക്കൊക്കെ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇവിടെ വേറൊരു സ്ഥലമാണ്, ഒരു ചെറിയ ക്ഷേത്രമുണ്ട്. നമുക്ക് ആ ക്ഷേത്രം കൂടെ കഴിഞ്ഞ് കാണിച്ചു തരാം. അപ്പോൾ ഈ പാറപ്പുറത്ത് താഴെ ഒരു വഴിയുണ്ട്. വഴി മാത്രമല്ല, താഴെ ഒരു വലിയ കുളമുണ്ടെന്നാണ് പറയുന്നത്. ഏകദേശം 5 ആൾ പൊക്കമുണ്ടെന്നാണ് പറയുന്നത്. എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയത്തില്ല. ഒരുപാട് ആൾക്കാർ വീണിട്ടുണ്ട്. അതിനുശേഷം ചുറ്റും ഇതൊക്കെ മുഴുവൻ കെട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയത്തില്ല, ഒരേ ആൾക്കാർ പറയുന്ന കാര്യമാണ്. നമ്മളെ ഫ്രണ്ടിൽ കാണുന്നത് ഇതാണ് ആ കുളം. ഇതിങ്ങനെ ചെറുതായിട്ട് കാണുമെന്ന് വിചാരിക്കേണ്ട, അത്യാവശ്യം നല്ല ആഴമുള്ളൊരു കിണറാണ്. പാസും എടുത്ത് കാണാൻ പറ്റിയൊരു കിടില സ്ഥലമാണ് ഈ കാണിക്കുന്നത്. ഏകദേശം തിരുവനന്തപുരത്ത് നിന്നും 25 കിലോമീറ്റർ മാറി വെളപ്പിശാല എന്നൊരു 3 കിലോമീറ്റർ മാറി വരുന്നൊരു കിടില സ്ഥലമാണ്. ശാസ്താംപാറ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പേര് പറയാത്തതിന് ആരും കുറ്റം പറയണ്ട. മുകളിലൊരു ക്ഷേത്രമുണ്ട്. പിന്നെ ഇരുന്ന്
തിരുവനന്തപുരത്തെ പാറകൾ അത്യാവശ്യം തിരക്ക് കുറഞ്ഞതും ആയ ഒരു സ്ഥലമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 25 രൂപ കൊടുക്കുന്ന വലിയ നഷ്ടമില്ലെന്ന് തോന്നുന്നു. പിന്നെ കൊച്ചു കുട്ടിക്ക് 15 രൂപയാണ്. പിന്നെ ക്യാമറയൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുക്കണം. മൊബൈൽ ഫോൺ പൈസയില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം വിളപ്പിശാല, നമ്മളെ അഗസ്ത്യാർമലയൊക്കെ കുറച്ചേ കാണാം. പിന്നെ നമുക്ക് നമ്മളെ മൂക്കുന്നിമല കാണാൻ പറ്റും. പിന്നെ വിഴിഞ്ഞം ഹാർബറിൻ്റെ ഏകദേശം കൈവേരുകൾ കാണാൻ പറ്റും. അത് മാത്രമല്ല നമ്മുടെ ടെക്നോ പാർക്ക്, എയർപോർട്ട്, എല്ലാ സ്ഥലവും ഇവിടെ ക്യാമറയിൽ കാണാൻ പറ്റില്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ നല്ല കാറ്റുള്ള സമയത്ത് വരികയാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. കാര്യം ചുറ്റും ഇവർ വേലി ഇട്ടിട്ടുണ്ട്. അങ്ങനെ കാറ്റത്ത് അപ്പുറത്ത് പോകുന്ന ഒരു ചാൻസും ഇല്ല. അപ്പോൾ കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ വേണ്ടവർ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇടുക, ഞാൻ പറഞ്ഞുതരാം. പെട്ടെന്നൊരു മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒതുങ്ങാൻ വേണ്ടി ചെറിയൊരു ബിൽഡിംഗ് ചെയ്തിട്ടുണ്ട്. ഇതല്ല തൊട്ട് ബാക്കി കാണുന്നതാണ്. ഇതൊരു ചെറിയ ക്ഷേത്രമാണ്. അപ്പോൾ ഇവിടുത്തെ കൂടുതൽ ഒരു സമയത്ത് ഇവിടെ വരുമ്പം ഈ കുളം കണ്ടു കഴിഞ്ഞാൽ പലരും പറഞ്ഞിട്ടുണ്ട് ഇത് ഭയങ്കര ആഴമാണ്, ഇറങ്ങിയത്. പക്ഷെ അപ്പോഴും വേലിയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് വേലി കെട്ടിയത്. പക്ഷെ ഇപ്പോൾ വെള്ളം പറ്റിയപ്പോഴാണ് ഞാൻ കണ്ടത്. ആഴം കുറവാണ്, പക്ഷേ അകത്ത് ചെളിയുണ്ടോ എന്നറിയില്ല. വരുന്നവർ സൂക്ഷിക്കുക.